വെറും ഒരു ഉപതെരഞ്ഞെടുപ്പ്, രാഷ്ട്രീയത്തിൽ വലിയ പ്രസക്തിയില്ല എന്നൊക്കെ രാഷ്ട്രീയക്കാർ തന്നെ പറഞ്ഞിരുന്ന നിലമ്പൂരിൽ കാര്യങ്ങൾ വളരെ പെട്ടെന്നാണ് ചൂടുപിടിച്ചത്. UDF ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയതിന് പിന്നാലെ ശക്തനായ എതിരാളിയെ തന്നെ CPM കളത്തിലിറക്കി, M സ്വരാജിനെ. പിന്നാലെ ഉപതെരഞ്ഞെടുപ്പിന് കാരണക്കാരനായ PV അൻവർ കോൺഗ്രസിനോടും CPM-നോടും ഒരേ സമയം യുദ്ധം പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥിയായി. ആദ്യം നിലമ്പൂരിൽ മത്സരിക്കുന്നില്ലെന്ന് പറഞ്ഞിരുന്ന BJP കേരള കോൺഗ്രസിൽ നിന്ന് ഒരാളെ അടർത്തിയെടുത്ത് സ്ഥാനാർത്ഥിയെ കണ്ടെത്തി. ഇതോടുകൂടി നിലമ്പൂരിന് ശേഷം എന്താകും കേരള രാഷ്ട്രീയത്തിന്റെ ഭാവി എന്ന് പരിശോധിച്ചാൽ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഒരുപോലെ വരാൻ പോകുന്ന മാറ്റങ്ങളാണ് മുന്നിൽ കാണുന്നത്. അതിൽ ഏറ്റവും പ്രധാനം സംസ്ഥാന മന്ത്രിസഭയിലേതാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാന മന്ത്രിസഭ അഴിച്ചുപണിയാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ്. M സ്വരാജ് പരാജയപ്പെട്ടാൽ ഒന്നോ രണ്ടോ മന്ത്രിമാരെ നിലനിർത്തി സമ്പൂർണ്ണ അഴിച്ചുപണിയിലേക്ക് മുഖ്യമന്ത്രി കടക്കും. സിറ്റിംഗ് സീറ്റായ നിലമ്പൂരിൽ പരാജയപ്പെട്ടാൽ തുടർഭരണ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽക്കും. ഇത് മറികടക്കാൻ മുഖം മിനുക്കലിലേക്ക് കടക്കേണ്ടി വരുമെന്നത് സ്വാഭാവികമായ ഒരു രാഷ്ട്രീയ പ്രക്രിയയാണ്. രണ്ടാം പിണറായി സർക്കാരിൽ ശരാശരിയിലും താഴെ നിലവാരത്തിലുള്ളവരാണ് മിക്ക മന്ത്രിമാരും. ഒന്നാം പിണറായി സർക്കാരിലെ മന്ത്രിമാരുടെ മികവിലാണ് തുടർഭരണം സാധ്യമായതെങ്കിൽ രണ്ടാം മന്ത്രിസഭാംഗങ്ങളുടെ പ്രകടനങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ടൂറിസം പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെയും ഫ്ലക്സുകൾ മാത്രമാണ് നാടാകെ ഉള്ളത്. നാലാം വാർഷികത്തിന് പിന്നാലെ മന്ത്രിസഭയിൽ ചില മാറ്റങ്ങൾ വരുത്താൻ മുഖ്യമന്ത്രി ഉദ്ദേശിച്ചിരുന്നു. അപ്പോഴാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. അതോടെ മന്ത്രിസഭ അഴിച്ചുപണി നീട്ടിവെക്കുകയായിരുന്നു. ചെറിയ മാറ്റങ്ങൾ നടത്തി മന്ത്രിസഭയുടെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താനാണ് മുഖ്യമന്ത്രി ലക്ഷ്യമിട്ടത്. പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് മന്ത്രിയില്ലാത്തത് പ്രതിപക്ഷം സർക്കാരിനെതിരെ രാഷ്ട്രീയ ആയുധമാക്കുന്നു എന്ന തിരിച്ചറിവിലാണ് മുഖ്യമന്ത്രി മന്ത്രിസഭ അഴിച്ചുപണിക്ക് തീരുമാനിച്ചത്. പട്ടികജാതി വിഭാഗക്കാരനായ മന്ത്രി K രാധാകൃഷ്ണൻ MP ആയതോടെയാണ് മന്ത്രിസഭയിൽ പട്ടികജാതി പ്രാതിനിധ്യം ഇല്ലാതെയായത്. പകരം വന്ന OR കേളു പട്ടികവർഗ വിഭാഗത്തിൽ നിന്നായിരുന്നു. ജനസംഖ്യയിൽ 10% വരുന്ന പട്ടികജാതി വിഭാഗക്കാരിൽ നിന്ന് മന്ത്രിയില്ലാത്തത് സംസ്ഥാനത്ത് വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പട്ടികജാതി വിഭാഗത്തിൽ നിന്നും പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും മന്ത്രിമാർ ഉണ്ടായിരുന്നു. AP അനിൽകുമാറും PK ജയലക്ഷ്മിയുമായിരുന്നു മന്ത്രിമാർ. M സ്വരാജ് പരാജയപ്പെട്ടാൽ സമ്പൂർണ്ണ മന്ത്രിസഭ അഴിച്ചുപണിയിലേക്ക് മുഖ്യമന്ത്രി കടക്കുമെന്ന സൂചന മന്ത്രിമാർക്കും ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വരാജിന്റെ ഭാവി മാത്രമല്ല മന്ത്രിമാരുടെ ഭാവി കൂടി നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പാകും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. തദ്ദേശ മന്ത്രി MP രാജേഷിന്റെ മന്ത്രിസ്ഥാനം തെറിക്കുമെന്ന അഭ്യൂഹം ശക്തമാണ്. നിലമ്പൂർ തോറ്റാൽ മന്ത്രിസഭ അഴിച്ചുപണിയിലൂടെ മുഖം മിനുക്കാനാണ് മുഖ്യമന്ത്രിയുടെ ശ്രമം. സർക്കാരിന്റെ കാലാവധി തീരാൻ 1 വർഷത്തിൽ താഴെ മാത്രമാണ് ഉള്ളത്. മന്ത്രിസഭ അഴിച്ചുപണി കൊണ്ട് പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ സാധിക്കുമോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം.